ഏറ്റവും എളുപ്പത്തിലും ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു മക്രോണി റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ചൂടായ കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണ കേട്ടോ അപ്പോൾ ഒഴിച്ചത് 2 ടീസ്പൂൺ ഒഴിച്ചാൽ മതിയാവും. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചിട്ട് അതും ചേർത്ത് വഴറ്റുക. ഇനി അത് നല്ല കളറൊക്കെ ഒന്ന് മാറി നല്ല മണം വരുമ്പോൾ നമുക്കൊരു സവാള ചേർക്കണം. ഒരു മീഡിയം സൈസ് സവാള പൊടിയായി അരിഞ്ഞിട്ട് അതും ചേർത്ത് വഴറ്റുക. അതൊന്ന് കുഴഞ്ഞ് വരുന്നവരെ വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, അതും ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇനി ക്യാപ്സിക്കം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വെറും ഉള്ളി മാത്രം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് ക്യാരറ്റ് ഇട്ടാലും മതി. ഇനി എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്തത്, 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഒരു 4 ടീസ്പൂണോളം ചേർക്കുക. ഒരു വലിയ സ്പൂണ് 4 സ്പൂൺ ചേർക്കുക. ഞാൻ ഏകദേശം ആ ഒരു അളവായിട്ട് ഒഴിച്ചതാണ് കേട്ടോ. ഇനി അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം പിന്നെ മെയിനായിട്ട് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻറ്റ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ പിന്നെ മാഗിയുടെ ചിക്കൻ ക്യൂബാണ് കേട്ടോ. അത് ഒരെണ്ണം എന്തായാലും ഇടണം, ഒരെണ്ണം മതിയാവും. അതൊന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് ഇളക്കാം. ഇനി അതൊന്ന് അലിയണ വരെ ഇളക്കിയാൽ മതി കേട്ടോ. ഇനി അതിൽ നല്ല ഉപ്പുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഉപ്പിടണം എന്നില്ല, ഇനി ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച മക്രോണി ചേർക്കുക. ഉപ്പിട്ട് വേവിച്ചതാട്ടോ. പിന്നെ എന്നിട്ട് അതൊക്കെ മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. യാതൊരു ആർഭാടങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ റെസിപ്പിയാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ചൊരു മല്ലിയില വിതറുണ്ട് ഒരു ഭംഗിക്കും, പിന്നെ അതിൻ്റെ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള ഒരു സിമ്പിൾ റെസിപ്പി തന്നെയാണ്. ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും അതുപോലെ പെട്ടെന്ന് ആരെങ്കിലും വീട്ടിൽ വന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. ഇനി കുട്ടികൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ചീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ വേവിച്ച ചിക്കൻ ഉണ്ടെങ്കിൽ അതൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിപ്പോൾ അതൊന്നും ഇല്ലാതെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണല്ലോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും.